Now, we'll discuss one more thing. There is a rule in differentiation called product rule. Product rule. Product rule of differentiation. Product rule says this. So y is equal to two functions in the product. Suppose y is a product of two functions. Two functions in the product. Two functions in the product. Say u into v. Suppose y is a product of two functions. u ഒരു function ആണ്, v ഒരു function ആണ് വെച്ചോളൂ. തീരം പറയുന്നത് dy by dx is equal to u into dv by dx plus v into du by dx. ഇത് അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുണ്ടാവില്ല. ഞാൻ ഇതിന് ഇങ്ങനെ പറയാം. ഇതാണ് റൂള്. ദിസ് ഇസ് എ റൂൾ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ഈ റൂള് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിൽ പതിഞ്ഞോളും. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി തൽക്കാലം. y is equal to first function into second function. ഇങ്ങനെ വെച്ചോളൂ. യുവും വിയും വേണ്ട. യുവിൻ്റെ സ്ഥാനത്ത് ഫസ്റ്റ്, വിയുടെ സ്ഥാനത്ത് സെക്കൻഡ് അങ്ങനെ വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് dy by dx? ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ എഴുതാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഒന്നും ചെയ്യാതെ എഴുതാം. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഒന്നും ചെയ്യാതെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്. First function into derivative of the first plus second function into derivative of the first. ഇത് നിങ്ങൾ തൽക്കാലം ഈ റൂള് നമ്മളെ റൂളായിട്ട് പഠിച്ചോളൂ. ശരിക്കുള്ള റൂൾ അതാണ്, പക്ഷെ അത് പഠിക്കാനായിട്ടില്ല. ഞാൻ പറഞ്ഞു തന്നേയുള്ളൂ. ഇത് നിങ്ങൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. y എന്നുള്ളത് രണ്ട് ഫങ്ഷൻസിൻ്റെ പെരുക്കണം ഗുണനമായിട്ട് വെക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ആദ്യത്തെ ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതാം. ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തെ ഫംഗ്ഷൻ ഇൻറ്റു ആദ്യത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. മനസ്സിലായോ? ഓക്കെ. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് ഇപ്പോൾ y ഈക്വൽസ് എക്സാമ്പിൾ y ഈക്വൽസ് 3x square. നിങ്ങൾ ഈ 3x² ഒരു ഫംഗ്ഷനായിട്ടല്ല കണ്ടത്. ഇത് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഏതൊക്കെ രണ്ട് ഫംഗ്ഷൻസ്? ശരിക്കും അങ്ങനെയാണ്. ദർ ആർ ടു ഫംഗ്ഷൻസ്. 3x² എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷനാണ്. ഏതൊക്കെ രണ്ട് ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷൻ 3 ആണ്, ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ്. ഇതോ x² വേറൊരു ഫംഗ്ഷൻ. അപ്പോൾ 3x² എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഗുണനമാണ്, പ്രോഡക്റ്റാണ്. അപ്പോൾ വാട്ട് ഈസ് dy by dx ചെയ്യാം? ആക്ച്വലി dy by dx എന്താ വരുന്നത്? ആദ്യത്തെ ഫംഗ്ഷൻ 3 ഇൻറ്റു x² ഡെറിവേറ്റീവ് d by dx of x². അല്ലേ? 3 ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, x² ആണ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ഈ റൂൾ ഉപയോഗിക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്. അപ്പോൾ 3 ഇൻറ്റു x² ഡെറിവേറ്റീവ് എന്താ അവിടെ വയ്ക്കാം, d by dx of x² പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ വാട്ട് ഈസ് dy by dx here? ഒന്ന് പറയോ? 3 ഇൻറ്റു x² ഡെറിവേറ്റീവ്. എന്താണ് x² ഡെറിവേറ്റീവ്? x² ഡെറിവേറ്റീവ് ഇപ്പോൾ പഠിച്ചാൽ x raised to n ആണെങ്കിൽ വാട്ട് ഈസ് ഡെറിവേറ്റീവ് x²? 2 ഇൻറ്റു x raised to 2 minus 1. ഇറ്റ് ഈസ് 2x. 2 ഇൻറ്റു x raised to 2 minus 1, 2x പ്ലസ് x² ഇൻറ്റു വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് 3? ഡെറിവേറ്റീവ് ഓഫ് 3 0 ആണ്. 0 ഇൻറ്റു 0. അപ്പോൾ x² ഇൻറ്റു 0 0 ഉണ്ടാവും. അപ്പോൾ വാട്ട് ഈസ് dy by dx? is equal to 6x. ഡെറിവേറ്റീവ് 6x. ക്ലിയർ ആണോ? ഒരു ചോദ്യം കൂടി ചെയ്യാം. വിൽ ഡിസ്കസ് വൺ മോർ ക്വസ്റ്റ്യൻ.
അപ്പോൾ ഈ റൂൾ ഓർമ്മയുണ്ടാവണേ. എന്താ റൂള്? ഇഫ് y is equal to product of two functions, first function into second function, then dy by dx is first function into derivative of the second plus second function into derivative of the first. ഞാൻ ഇതിൻ്റെ കുറേ എക്സാമ്പിൾസ്. അപ്പോൾ y equals 5x raised to 4. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്താൽ മതി? ഒരു ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റും മറ്റേ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് അല്ലാതെയും വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? വാട്ട് ഈസ് dy by dx? എന്തായാലും ഈ ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റൻറ്റ് വരുന്നതുകൊണ്ട് അത് പൂജ്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? 5 ഇൻറ്റു നിങ്ങൾ ചെയ്യുക എങ്ങനെയാണ്? 5 ഇൻറ്റു എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ്. 5 ഇവിടെ അങ്ങനെ ചെയ്താൽ 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. അതേപോലെ 5 ഇൻറ്റു എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ്. വാട്ട് ഇസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 4? ഇത് പ്രകാരം എക്സ് റേസ് ടു n ആണെങ്കിൽ n എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ എക്സ് റേസ് ടു 4 ആണെങ്കിൽ 4x raised to 4 minus 1 പ്ലസ് എന്താ വരിക? ഞാൻ എഴുതുന്നില്ല അത്. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് റേസ്ഡ് ടു 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. എന്താ 5യുടെ ഡെറിവേറ്റീവ്? 0. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം എഴുതണ്ട. മനസ്സിലായോ? അപ്പം 5x raised to 4 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 ഇൻറ്റു എക്സ് റേസ്ഡ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ വാട്ട് ഇസ് ആൻസർ? dy by dx is equal to എന്തായിരിക്കും? 20x cube. 20x cube. Is it clear? Now, ഈ ലോജിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ലോജിക്ക് ഉപയോഗിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് dy by dx ഓഫ് ദ ഫോളോയിങ്. പ്രോഡക്റ്റ് റൂൾ നമ്മൾ പഠിച്ചു കേട്ടോ. ഫൈൻഡ് dy by dx ഓഫ് ദ ഫോളോയിങ്. One, y equals 3x raised to 5 plus 4x cube plus 10x square plus 9x plus 4. രണ്ടാമത്തെ ചോദ്യം. y equals 2x cube plus 3x square plus 1 by x plus 4 by x. 3. y equals 3x raised to 9 plus 1 by x square plus 10 by x square plus 4 by x cube. 4. y equals 4 by x square minus 5x plus 10. 5. y equals 3x cube plus 4x plus 1 by x raised to 3 by 2. 1 പകരം 10 ആയിക്കോട്ടെ. 10 by x raised to 3 by 2. ഇത് ഇവിടെ പോസ് ചെയ്യുക, പതുക്കെ ചെയ്യാൻ നോക്കാം. പ്ലീസ് ഡു ഇറ്റ് നൗ ഇറ്റ് സെൽഫ്. 1. We'll do the solutions. 1. dy by dx is equal to 15x raised to ഇങ്ങനെ ചെയ്യാം. 3 into x raised to 5. How to do? 3 into x raised to 5 derivative. 5 into x raised to 5 minus 1, 4. Plus കേട്ടോ 4 ഇൻറ്റു എക്സ് ക്യൂബ് ആണ്. അപ്പോൾ 4 പുറത്തെടുത്തിട്ട് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. പ്ലസ് 4 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3 ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 1, 2 പ്ലസ് 10x സ്ക്വയർ. 10x സ്ക്വയർ ആകുമ്പം 10 ഇൻറ്റു എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സ് റേസ് ടു 1 പ്ലസ് 9xൻ്റെ ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് 9 ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് 1. Constant derivative 0. What is dy by dx in this case? ഒന്ന് പറയൂ. 3 into 5, 15 x raised to 4 plus 20x square plus 20x plus 9 x raised to 0 എന്താ? 1 അല്ലേ? ഇതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഡെറിവേറ്റീവ്. Is it okay? You are finding the derivative of the first question. Right. For first question നമ്മൾ ചെയ്തു. Now come to second question. What is dy by dx? Second question ആണ്. First question നമ്മൾ ചെയ്തു. We are going to do the second question. What is dy by dx? 2x cube. Derivative എന്താ പറയൂ? 2 into x cube derivative. Use this result. n x raised to n minus 1. x cube derivative എന്താ? 3 x raised to 3 minus 1 plus
3 into x square derivative. The x square derivative 2 into x raised to 2 minus 1 plus 4 by x. 4 by x in you have to rewrite 4 by x as 4 into x raised to minus 1. You have to rewrite 4 by x as 4 into x raised to minus 1. X in the power of 4 into x raised to minus 1 4 into minus 1 into x raised to minus 1 minus 1. Is it okay? 4 x raised to minus 1 derivative. 4 into x raised to minus 1 derivative. In the x raised to minus 1 derivative, n x raised to n minus 1. So x raised to minus 1 derivative minus 1 into x raised to minus 1 minus 1. For simplify, what is derivative x? 6x square plus 6x minus 4x raised to 0 is 1. Minus 4. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അത് റീറൈറ്റ് ചെയ്യേണ്ടി ഭംഗിയിലാക്കിയിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി കേട്ടോ. റൈറ്റ്. Now we have done the second question. Now we will discuss the third question. Third question കുറേ എക്സ് സ്ക്വയർ താഴേക്ക് ഉണ്ട്. അപ്പോൾ ആദ്യം എക്സിന് സിംഗിൾ പവറാക്കി ഇങ്ങനെ മുകളിൽ പവറാക്കി എഴുതിക്കോളൂ. അപ്പോൾ ഇതൊന്നും ഭംഗിയിൽ എഴുതി എങ്ങനെയാണ്? ഇത് 3x raised to 9 ഒന്ന് പറയൂ. പ്ലസ് 10 ഇൻറ്റു താഴെയല്ലേ എക്സ് സ്ക്വയർ, അപ്പോൾ എക്സ് raised to minus 2 പ്ലസ് 4 ഇൻറ്റു എക്സ് raised to minus 3. ഇതാണ് വൈയുടെ വാല്യൂ. ഒന്ന് റീറൈറ്റ് ചെയ്തു. എന്നിട്ട് അത് വേണം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ യൂസിങ് ദ ഫോർമുല. വാട്ട് ഈസ് ഡിവൈഡ് എക്സ്? ഒന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യൂ, പാസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ചെയ്യൂ. അപ്പോൾ കുറച്ച് കോൺഫിഡൻസ് കിട്ടും. y ഈക്വൽസ് 3 ഇൻറ്റു എക്സ് റേസ് ടു 9ൻ്റെ ഡെറിവേറ്റീവ്. ഒന്ന് പറയൂ എക്സ് റേസ്, നിങ്ങൾ ചെയ്യാൻ പറ്റും. എക്സ് റേസ് ടു 9 ഡെറിവേറ്റീവ് എന്താ കിട്ടുക? 9 ഇൻറ്റു എക്സ് റേസ് ടു 9 മൈനസ് 1 8. പിന്നെ പ്ലസ് 10 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. എക്സ് റേസ് ടു മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് 2 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 2 മൈനസ് 1 പ്ലസ് 4 ഇൻറ്റു മൈനസ് 3 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 3 മൈനസ് 1 അല്ലേ? മൈനസ് 3 മൈനസ് 1 റൈറ്റ്. ഇപ്പോൾ സിംപ്ലിഫൈ എന്ത് കിട്ടും? വാട്ട് ഈസ് ഡിവൈഡ് എക്സ്? 9 3 is 27, but 27 x raised to 8 minus 20 x raised to minus 3 minus 12 x raised to minus 4. ശരിയല്ലേ? മൈനസ് 2 മൈനസ് 1 മൈനസ് 3 മൈനസ് 3 മൈനസ് 1 മൈനസ് 4. വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി ഭംഗിയിൽ എഴുതാം. ഇങ്ങനെ എഴുതാം 27 x raised to 8 minus 20 by x cube minus 12 by x raised to 4. ഇങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. റൈറ്റ്. അപ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്തൂടെ? ഒന്ന് നാലാമത്തെ ഭംഗിയിലാക്കൂ. നൗ വിൽ കം ടു ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ഫോർത്ത് ക്വസ്റ്റ്യൻ? ആദ്യം ഇത് ഭംഗിയിൽ എഴുതാം. y ഈക്വൽസ് 4 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 2 മൈനസ് 5x പ്ലസ് 10. ഇസ് ഇറ്റ് ഓക്കെ? നൗ ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഡെറിവേറ്റീവ്. minus 4x raised to minus 2. അല്ല 4x raised to minus 2. It is 4 into x raised to minus 2 derivative എന്താ? x raised to n. n x raised to n minus 1. That is minus 2 into x raised to minus 2 minus 1 minus 5 into x derivative 1 into x raised to 1 minus 1. 10 derivative 0. 10 constant ആണ് 0. അപ്പോൾ what's the value? dy by dx is equal to എന്താ വരിക? മൈനസ് 8 എക്സ് റേസ് ടു മൈനസ് 3 മൈനസ് 5 എക്സ് റേസ് ടു 0. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വാട്ട് ഇസ് ഡിവൈഡ് എക്സ്? മൈനസ് 8 ബൈ എക്സ് ക്യൂബ് മൈനസ് 5. ഇതാണ് ഡിവൈഡ് എക്സ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? റൈറ്റ്. നൗ വിൽ ഡിസ്കസ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം ഭംഗിയിലാക്കൂ. y ഈക്വൽസ് 3x raised to 3 plus 4x plus 10x raised to minus 3 by 2. ഇത് മനസ്സിലായി നമുക്ക്? ബൈ എക്സ് റേസ് ടു 3 by 2 ആണ്. അപ്പോൾ എക്സ് റേസ് ടു 3 by 2 മുകളിൽ കൊണ്ടുവരണം. അപ്പോൾ എക്സ് റേസ് ടു മൈനസ് 3 by 2. ഇനി ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. വാട്ട് ഇസ് ഡിവൈഡ് എക്സ്? അപ്പോൾ മൂന്നാമത്തെ ചെയ്തു, നാലാമത്തെ ചെയ്തു. വി ആർ ഗോയിങ് ടു ഡു ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അപ്പോൾ 3x cube. 3x cube ഡെറിവേറ്റീവ് 3 into
എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ചെയ്താൽ മതി. 3 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു അത് പ്രോഡക്റ്റ് റൂളാണ്, പക്ഷേ 3യുടെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് 3 ഇൻറ്റു ചെയ്താൽ മതി. 3 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ്. വാട്ട് ഈസ് എക്സ് ക്യൂബ് ഡെറിവേറ്റീവ്? 3 ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 1. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ആണ്. 3 ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 1 പ്ലസ് 4x, 4 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് 1 പ്ലസ് 10 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 3/2ൻ്റെ ഡെറിവേറ്റീവ്. വാട്ട് ഇസ് ഡെറിവേറ്റീവ് എക്സ് റേസ് ടു മൈനസ് 3/2? എക്സ് റേസ് ടു n ആണെങ്കിൽ n എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ എക്സ് റേസ് ടു മൈനസ് 3/2 ആണെങ്കിൽ മൈനസ് 3/2 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 3/2 minus 1. Is it okay? I'll simplify here. What do you get? Therefore, dy by dx is equal to 9x square plus 4x raised to 0 1 ആണ്. അപ്പോൾ 4 എന്നേ വരുള്ളൂ. പിന്നെ മൈനസ് ഇവിടെ 3/2 ഉണ്ട്, ഇവിടെ 5 പോവും. അപ്പോൾ മൈനസ് 15 അല്ലേ? ദിസ് വിൽ ഗോ 5 ടൈംസ്. അപ്പോൾ 5 ഇൻറ്റു 3 15 വരും. 15 ഇൻറ്റു എക്സ് റേസ് ടു വാട്ട് ഈസ് മൈനസ് 3/2 മൈനസ് 1? 2 LC എടുക്കുക. മൈനസ് 3 മൈനസ് 2 ഇറ്റ് ഇസ് മൈനസ് 5/2 അല്ലേ? മൈനസ് 3/2 മൈനസ് 1/2 ഇസ് മൈനസ് 5/2. ഇറ്റ് ഇസ് എക്സ് റേസ് ടു മൈനസ് 5/2. ദിസ് ഇസ് ആൻസർ. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു. ഇസ് ദാറ്റ് ഓക്കെ ഫോർ യു? ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വിൽ ക്ലോസ്. ഓക്കെ, ഒരു കാര്യം കൂടി പറയാം. വിൽ ഡിസ്കസ് 3 more things. ഓക്കെ, മൂന്നാമത്തെ 3 സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് കൂടി നോക്കാം. സൈൻ എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഇസ് കോസ് എക്സ്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് കോസ് എക്സ്. ഇത് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് ആണ്. ഇത് ബൈ ഹാർട്ട് പഠിക്കണം. എങ്ങനെയാണ് വരുന്നതെന്ന് ഇപ്പം ചോദിക്കരുത്, അടുത്ത കൊല്ലം ഇത് പഠിക്കുള്ളൂ. d by dx of sin x is cos x. അതേപോലെ d by dx of cos x is minus sin x. This is number 2. And number 3 is d by dx of tan x is secant square x. Sec square x. അപ്പം ആ നാം 3 എണ്ണം ഇവിടെ എഴുതാം. കോസ് എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഇസ് മൈനസ് സൈൻ എക്സ്, ആൻഡ് ടാൻ എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഇസ് സീക്കൻഡ് സ്ക്വയർ എക്സ്. ഇതൊന്ന് എവിടെയെങ്കിലും എഴുതി വയ്ക്കൂ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഇസ് കോസ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഇസ് മൈനസ് സൈൻ എക്സ്. ഇതിൽ പ്രൂഫ് ഉണ്ട്, പ്രൂഫ് ഞാനിപ്പോൾ പറയുന്നില്ല, ജസ്റ്റ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഇസ് കോസ് എക്സ്, derivative of cos x is minus sin x, and derivative of tan x is secant square x. എഴുതിയല്ലോ. Now we will do 5 questions based on that, right? Okay, we'll start with these 5 questions. ഈ 5 questions കോപ്പി ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണേ. പ്ലീസ് ഡു ഇറ്റ് ഈ പ്രോപ്പർട്ടി വെച്ചിട്ട്. വിൽ ഡു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. dy by dx is equal to എന്തായിരിക്കും? 3 sin x plus 4 cos x plus x square plus 10. What is derivative?
It is 3 into sin x into derivative. What is derivative of sin x? Cos x. It is 3 cos x. Plus 4 into derivative of cos x. The derivative. Cos x derivative. In the cos x derivative, minus sin x. Plus derivative of x square. What is derivative of x square? 2 into x raised to 2 minus 1. Plus 10. 10 derivative in the 0. So what's the answer? dy by dx is equal to 3 cos x minus 4 sin x plus 2x. This is first question. Is it okay? Right. Now we'll discuss second question. Y equals x square sin x. ഇവിടെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. എക്സ് സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക, സൈൻ എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കുക. അപ്പോൾ ഇത് രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റാണ്. രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റിൻ്റെ റൂൾ എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്. അല്ലേ? ഇത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് വിചാരിക്കുക, ഇത് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് വിചാരിക്കുക. അപ്പോൾ വാട്ട് ഇസ് dy by dx is equal to പ്രോഡക്റ്റ് റൂൾ എന്താ പറയുക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു derivative of the second plus second function into derivative of the first. Is it okay? Y equals x square sin x a product of two functions ആണ്. ആദ്യത്തെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ, രണ്ടാമത്തെ ഫംഗ്ഷൻ സൈൻ എക്സ്. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇതാണ് റൂള്. എന്താ റൂള്? പ്രോഡക്റ്റ് റൂൾ എന്താ പറയണത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. ഇതാണ് പ്രോഡക്റ്റ് റൂൾ. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്, ഇറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ദ സെക്കൻഡ് എന്താ? സൈൻ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇറ്റ് ഈസ് സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പം ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു what is d by dx of sin x? Cos x. It is cos x. മനസ്സിലായോ? sin x ന്റെ ഡെറിവേറ്റീവ് cos x പ്ലസ് sin x ഇൻറ്റു what is d by dx of x square? അത് x raised to n ഫോമാണ്, n ഇൻറ്റു x raised to n minus 1. അപ്പോൾ x square ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു പറയൂ 2 ഇൻറ്റു x raised to 2 minus 1. അത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് x square cos x പ്ലസ് 2x ആണ്. അപ്പോൾ 2x sin x. എപ്പോഴും സൈൻ എക്സിൻ്റെ വലത്ത് ഭാഗത്ത് വേറെ എക്സ്പ്രഷൻസ് എഴുതരുത്, സൈൻ എക്സ് അവസാനം എഴുതിക്കോളൂ. കാരണം എന്താ വെച്ചാൽ ഈ എക്സും ഇത് കൂടി അറിയാതെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ദിസ് ഇസ് ആൻസർ. ഇസ് ഇറ്റ് ഓക്കെ? അപ്പോൾ വി ഹാവ് ഡൺ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ, y equals x cube tan x. x cube tan x ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. കണ്ടാൽ തന്നെ അറിയാം. ഇത് തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആദ്യത്തെ എക്സ് സ്ക്വയറും ആദ്യത്തെ ഫസ്റ്റ് ഫംഗ്ഷനും രണ്ടാമത്തെ സെക്കൻഡ് ഫംഗ്ഷൻ എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എക്സ് ക്യൂബ് ഇസ് എ ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് ടാൻ എക്സ് ഇസ് എ സെക്കൻഡ് ഫംഗ്ഷൻ. ഇതും അതെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുന്നത്. എന്താ പ്രോഡക്റ്റ് റൂൾ പറയുന്നത്? ഡി വൈ ബൈ എക്സ്. അതായത് y ഈക്വൽസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ആണെങ്കിൽ വാട്ട് ഇസ് പ്രോഡക്റ്റ് റൂൾ സേസ്? ഡി വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു, എപ്പോഴും ആ റൂള് മനസ്സിലുണ്ടാവണം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു d by dx of second function plus second function into d by dx of first function. That's the rule. But what is dy by dx equals? First function, in the first function x cube into d by dx of second function. What is second function? Tan x. Second function tan x ആണ്. But d by dx of tan x plus second function. What is second function? Tan x into d by dx of first function. First function the x cube. അത് നേരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. What do you get? It is x cube into what is d by dx of tan x? ഇത് ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ. ഈ ഞാൻ പറഞ്ഞു തന്ന ഈ 5 എണ്ണം ബൈ ഹാർട്ട് പഠിക്കണം. tan x-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? secant square x. അപ്പോൾ ഇവിടെ secant square x എഴുതുക പ്ലസ് tan x into d by dx of x cube. അത് നമുക്കറിയാം, x raised to n ആണെങ്കിൽ n x raised to n minus 1 ആണ്. അപ്പോൾ x ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3 into x raised to 3 minus 1.
Is it okay? Well, simplify. What do you get? dy by dx is equal to എന്തായിരിക്കും? x cube secant square x plus 3x square tan x. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ചെയ്തു. Right? Now we'll go to fourth question. Fourth question simple ആണ്. A product rule ഒന്നുമില്ല. You might have done it. എങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക? നാലാമത്തെ ചോദ്യം dy by dx is equal to എന്താണ്? 3 cos x plus x raised to 5 plus 1 ഉള്ളൂ. സിമ്പിൾ ആണ്. പ്രോഡക്റ്റ് റൂൾ ഇല്ല അത്. അപ്പോൾ 3 ഇൻറ്റു cos എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് അല്ലേ? cos എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് എക്സ് റേസ് ടു 5 ഡെറിവേറ്റീവ് എക്സ് റേസ് ടു 5 എക്സ് റേസ് ടു n ഫോമാണ്. അപ്പോൾ എക്സ് റേസ് ടു 5 ഡെറിവേറ്റീവ് എന്തായിരിക്കും? 5 എക്സ് റേസ് ടു 4. 1ൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. ഡെറിവേറ്റീവ് ഇസ് 0. അപ്പോൾ വാട്ട് ഇസ് dy by dx? dy by dx is equal to minus 3 sin x plus 5x raised to 4. ഇതാണ് നാലാമത്തെ ചോദ്യം. Is it okay? Okay, right. Now we'll do the question number 5. അഞ്ചാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. y equals x raised to 5 tan x plus 4 sin x. ഇവിടെ ഇത് പ്രോഡക്റ്റ് റൂളാണ്. ഉണ്ടോ? ഇവിടെ 4 sin x പ്രശ്നമില്ല. 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin x ചെയ്താൽ മതി. പക്ഷേ ഇവിടെ അതല്ല, രണ്ടും വേറെ വേറെ. ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇവിടെ x raised to 5 tan x ആണ്. വാട്ട് ഇസ് dy by dx? ഇതിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് റൂളാണ്. x raised to 5 tan xൻ്റെ പ്രോഡക്റ്റ് റൂളാണ്. എന്താ പ്രോഡക്റ്റ് റൂൾ എന്ന് ഞാൻ നേരിട്ട് ചെയ്യട്ടെ? എന്താ പ്രോഡക്റ്റ് റൂൾ ഓർമ്മയുണ്ടാവും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ്. ആ പാർട്ടായിട്ട് പഠിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. പാർട്ടായിട്ട് പഠിക്കാം. പ്രോഡക്റ്റ് റൂൾ ഇസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഇത് പ്രോഡക്റ്റ് റൂളാണ്. ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്. ഞാൻ കുറച്ച് ജമ്പ് ചെയ്യാണ്. ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്, ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് സ്ക്വയർ എക്സ്. മനസ്സിലായോ? പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ടാൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് എക്സ് റേസ് ടു 5 ഡെറിവേറ്റീവ്. ഇതാ എക്സ് റേസ് ടു n ആണെങ്കിൽ n എക്സ് റേസ് ടു n മൈനസ് 1. എക്സ് റേസ് ടു 5 ആണെങ്കിൽ 5 എക്സ് റേസ് ടു 4. റൈറ്റ്? പ്ലസ് 4 ഇൻറ്റു വാട്ട് ഇസ് സൈൻ എക്സ് ഡെറിവേറ്റീവ്? സൈൻ എക്സ് ഡെറിവേറ്റീവ് കോസ് എക്സ്. 4 cos x. അപ്പോൾ വാട്ട് ഇസ് ഡെറിവേറ്റീവ് dy by dx? ഒന്ന് വൃത്തിയിൽ എഴുതാം. എന്തായിരിക്കും? എക്സ് റേസ് ടു 5 secant square x പ്ലസ് 5 എക്സ് റേസ് ടു 4 tan x പ്ലസ് 4 cos x. Thus we have done question number 5. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാ വെച്ചാൽ സം ഫങ്ഷൻസ് പഠിച്ചു, സം ഗ്രാഫ്സ് പഠിച്ചു, പിന്നെ ഗ്രാഫ്സിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. ലീനിയർ ഗ്രാഫ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ക്വാഡ്രാറ്റിക് ഗ്രാഫ് ആണെങ്കിൽ പാരബോള ആയിരിക്കും. ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് മേലോട്ടായിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ നെഗറ്റീവ് ആണെങ്കിൽ താഴോട്ടായിരിക്കും. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിന് പാരലായിരിക്കും. ഇത്രയും പഠിച്ചിട്ടുള്ളൂ. സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. ടാൻ തീറ്റ. അപ്പോൾ തീറ്റ ഇസ് ആംഗിൾ മെയ്ഡ് ബൈ എക്സ് ആക്സിസ്. y ഈക്വൽസ് mx പ്ലസ് c ആണ് ലൈൻ എങ്കിൽ സ്ലോപ്പ് m ആണെന്ന് പഠിച്ചു. y ഈക്വൽസ് 2x പ്ലസ് 3 ആണെങ്കിൽ 2 ആയിരിക്കും സ്ലോപ്പ് ആൻഡ് സോ ഓൺ. ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ ഞാൻ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ? ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷനിൽ രണ്ട് സാധനം, അതായത് ഈ രണ്ട് സാധനം പഠിച്ചു. പിന്നെ 3 ട്രിഗണോമെട്രി റേഷ്യോസിൻ്റെയും ഡെറിവേറ്റീവ് പഠിച്ചു. ഏതൊക്കെയാണ്? കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ്. അതിന് പ്രൂഫ് പറഞ്ഞിട്ടില്ല. വി വിൽ ബി ഡിസ്കസിങ് പ്രൂഫ് ഓൺലി വെരി വെരി ലേറ്റർ. സെക്കൻഡ് ഇയറിലെ പ്രൂഫ് പഠിക്കല്ലോ. അപ്പോൾ തൽക്കാലം ഇതിൻ്റെ പ്രൂഫ് ഇല്ലാതെ പഠിക്കാം. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് 0. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ടു ദ പവർ n. അത് n നാച്ചുറൽ നമ്പർ ആവണമെന്നില്ല, എന്തും ആവാം, ഫ്രാക്ഷനൊക്കെ ആവാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ടു ദ പവർ n ഇസ് ഇക്വൽ ടു n ഇൻറ്റു എക്സ് ടു ദ പവർ n മൈനസ് 1. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് 0. പിന്നെ സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ്, കോസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ്, ടാൻ എക്സ് ആണെങ്കിൽ സെക്കൻഡ് സ്ക്വയർ എക്സ്. ഡെറിവേറ്റീവ്. പിന്നെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ, ഒറ്റ റൂൾ പഠിച്ചു. ഇനിയും കുറേ റൂൾസ് പഠിക്കാനുണ്ട്. നമ്മൾ പ്രോഡക്റ്റ് റൂൾ നിർത്തുകയാണ് എന്ന്. വാട്ട് ഈസ് പ്രോഡക്റ്റ് റൂൾ? വാട്ട് ഈസ് പ്രോഡക്റ്റ് റൂൾ? രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആണ്. അതായത് ഇഫ് എ ഫംഗ്ഷൻ ഇസ് പ്രോഡക്റ്റ് ഓഫ് 2 functions, ഡെറിവേറ്റീവ് ഓഫ് ദറ്റ് ഫംഗ്ഷൻ ഇസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. അതിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു.
ഓക്കെ, ഇതിൻ്റെ അസൈൻമെൻറ്റും പ്രോബ്ലംസുമായിട്ട് നിങ്ങൾക്ക് കുറേശ്ശെ വാട്സാപ്പിൽ തരും. അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.